ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജ നേരെ കമലയുടെ റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ കമലയാണെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ വൈജ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കമല പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് ഒളിപ്പിച്ച് നോക്കിയാണ്. വൈജയെടുത്തി ഇതെന്ത് പറ്റി, കമലയിടത്തേക്ക് ഇതെന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വൈജയെ എനിക്ക് ശരീരം ഭയങ്കര അസ്വസ്ഥത, പനി വരാൻ പോകുന്നത് പോലെ ഭയങ്കര നടുവേദനയുണ്ട്. അയ്യോ കമലയിടത്തി, അങ്ങനെയാണെങ്കിൽ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇനി എന്താ ചെയ്യുക? എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കണമെന്ന് നമ്മുടെ മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല വൈജെ. തിരിഞ്ഞപ്പോഴേക്കും കമലയിടത്തി അങ്ങോട്ട് ഉപവാസം എടുത്താൽ മതി, എന്നെക്കൊണ്ട് പറ്റില്ല ഉപവാസം എടുക്കാനായിട്ട്. അല്ല അതല്ല ഇരിക്കട്ടെ, ഇനി അമ്മ എന്താ ചെയ്യുക? അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അവിടെ റസ്ക്കും ബിസ്ക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ച് ചായ ചൂടാക്കി റസ്ക്കും ബിസ്ക്കറ്റും കൊടുക്കാം, അത്രേ പറ്റുള്ളല്ലോ. അപ്പം മനുവിനും കഴിക്കണ്ടേ? അവൻ വല്ല ഹോട്ടലിൽ നിന്നും കഴിച്ചോളൂ എൻ്റെ വൈജയെ. ശരി, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ല വൈജയെ, നിന്റെ കാര്യം എന്ത് ചെയ്യും? നീയല്ലേ പ്രശ്നത്തിലായത്? അതെ, ഞാൻ തന്നെയാണ് പ്രശ്നത്തിലായത്. പക്ഷേ എന്ന് വിചാരിച്ച് ഞാൻ പട്ടിണിയൊന്നും കിടക്കാനായിട്ട് പോകുന്നില്ല. എനിക്കറിയാം ഉപവാസം കിടക്കാതെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. എനിക്ക് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വൈജ നേരെ ഡോറും തുറന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവൾക്ക് ഞാനിപ്പോൾ വെച്ച് വിളമ്പി കൊടുക്കാം. അയ്യോടാ, ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തിന്ന് സൂഹിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കമല ഭയങ്കര പ്രതിഷേധത്തിലാണ്. അങ്ങനെ വൈജ പോയി കഴിഞ്ഞപ്പോഴേക്കതേ നമ്മുടെ മനു കമലയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അമ്മയ്ക്കിത് എന്ത് പറ്റി അമ്മേ? അയ്യോ എൻ്റെ പൊന്നു മോനെ, എനിക്ക് ഭയങ്കര നടുവേദനയടാ. എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് ശരി, ഇന്ന് രാവിലെ ചായ ഇട്ടപ്പോൾ പോലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് മോനെ നടുവേദന തുടങ്ങിയത്. എൻ്റെ പൊന്നമ്മേ, എന്തിനാണ് അമ്മ ഇങ്ങനെ ചുമ്മാ കള്ളത്തരം പറയുന്നത്? അടുക്കളയിൽ കയറി വൈജാൻറ്റി ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നിൽക്കല്ലേ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് ആരും ഒന്നും കഴിക്കണ്ട എന്നല്ലേ നമ്മുടെ മനസ്സിലിരിപ്പോ? അയ്യോടാ മോനെ, നീ എത്ര കറക്റ്റായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അങ്ങനെ തന്നെയാ, ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പം എല്ലാവരും കിടന്ന് വിഴുങ്ങണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ തന്നെയല്ലേ അടുക്കളയിൽ കയറുന്നത്. ഒരാൾക്ക് കുറച്ച് ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് അമ്മയ്ക്കൊന്നും സംഭവിക്കാനായിട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പം അതങ്ങോട്ട് ഉണ്ടാക്കിക്കൂടെ അമ്മേ? എന്തിനാണ് ഇങ്ങനെ കുശുമ്പും കുന്നായ്മയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ ശരിയായ കാര്യമാണ് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. വൈജാൻറ്റി ആകെ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയമാണ്. ഭർത്താവ് കൂടെയില്ല, മക്കളും കൂടെയില്ല, സപ്പോർട്ടിന് ആരുമില്ല. അത് കൂടാതെ തന്നെ ആക്സിഡൻ്റ് ആയിട്ട് മര്യാദക്ക് നടക്കാൻ പോലും ആയിട്ടില്ല. ആൻറ്റി എങ്ങനെയാണ് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കുന്നത്? എടാ, എനിക്കിതൊന്നും കേൾക്കേണ്ട യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ അവൾ അടുക്കളയിൽ കയറി ഒന്നും ചെയ്യാറൊന്നുമില്ല. അവൾക്ക് പറയാലോ, അയ്യോ കമലയിടത്തേക്ക് വയ്യെങ്കിലേ ഞാൻ കയറി ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം, നമുക്കുള്ളത് പോലെ കഴിയാം കമലയിടത്തി എന്ന് പറയാലോ. ഇതൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പം ആരും തിന്നേണ്ടതാണ് അവളുടെയും വിചാരം. അതൊന്നും ഇപ്പം നടക്കാനായിട്ട് പോകുന്നില്ല മനു, നീ നിന്നെ പാട് നോക്കി പോ മനു എന്നൊക്കെ പറയാണ്. എന്ത് ചെയ്യാനാ? അമ്മയോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നോട് പറയണ്ട, ഞാൻ ഏതായാലും അവൾക്ക് വേണ്ടി വെച്ച് വിളമ്പാനായിട്ട് തയ്യാറല്ല. അപ്പം മുത്തശ്ശിയുടെ കാര്യം എന്താണ് അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ ചായയും ബിസ്ക്കറ്റും ഒക്കെ ഇരിക്കുന്നുണ്ട്, അതങ്ങോട്ട് എടുത്തു കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഒരു നേരം അതൊക്കെ കഴിച്ചാൽ മതി, കൂടുതലൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ. ശരി, ഇനി അമ്മയോട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതായാലും ഞാൻ പോയി ബിരിയാണി കഴിക്കാനായിട്ട് പോവാണ്. എടാ മോനെ, എനിക്കും കൂടി എന്ത് ബിരിയാണി എനിക്കും കൂടി ഒരെണ്ണം മേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മനു അങ്ങോട്ട് പോവുക. അപ്പോൾ കമലയാണെങ്കിൽ അയ്യടാ, ഇപ്പോൾ എനിക്കൊന്നും ഇപ്പം ഇനി കയറാനായിട്ട് പറ്റില്ല എന്നും കമല ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ആ ഒരു യാത്ര പോവുകയാണല്ലോ, അതിനുവേണ്ടിയുള്ള ഡ്രസ്സുകളെല്ലാം എടുത്ത് വെച്ച് നല്ല രീതിയിൽ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഗെറ്റപ്പായിട്ട് അങ്ങോട്ട് ഇറങ്ങുക. അപ്പോഴും ബാലചന്ദ്രൻ ഒന്ന് ആലോചിക്കുകയാണ്. അതിന് ശേഷം ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ്, ഞാൻ പോവാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളുടെ യാത്ര എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും അതുടനെ തന്നെ ഉണ്ടാകും, ചിലപ്പോൾ ഇന്ന് തന്നെ പോകേണ്ടി വരും അച്ഛാ എന്ന് പറയുകയാണ്. പിന്നെ എല്ലാവരെയും നന്നായിട്ട് ശ്രദ്ധിച്ചോളണം കേട്ടോ. എടാ രോഹിത്തെ, നീയാണ് എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടത്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതെല്ലാം ഞാൻ ഏറ്റുവെച്ചാ.
അപ്പോഴേക്കും ഈ നമ്മുടെ അലീന പറയാണ്, രോഹിത്തെ ആ പെട്ടി ഒന്ന് വണ്ടിയിലേക്കൊന്ന് വെച്ച് കൊടുത്തേക്കെന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യടാ ഇതൊരു ചെറിയ പെട്ടിയാ, ആ പെട്ടി എടുക്കാനൊന്നും എനിക്ക് ആരുടെ സഹായം വേണ്ട, നിങ്ങളെല്ലാവരും കൂടി എന്നെ രോഗിയായിട്ട് അങ്ങോട്ട് തീർക്കുമല്ലോ, ഇത് എവിടുത്തെ ന്യായം, എനിക്കെന്താ സ്വതന്ത്രമായിട്ട് പെട്ടി പോലും പൊക്കാനായിട്ട് പറ്റിയില്ലേ എന്ന് പറയുമ്പോൾ രോഹിത്ത്, ഓഹോ അത്രയ്ക്കായോ, അങ്ങനെയാണെങ്കിൽ ഈ പെട്ടി പൊക്കി ഞാൻ ആ ഡിക്കി കൊണ്ട് വെച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെട്ടിയും പൊക്കി നേരെ വണ്ടിയുടെ ഡിക്കിയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും, അല്ല ലീന ഇത് നിൻ്റെ ആരാണ്, ബോഡി ഗാർഡാണോ അല്ലെങ്കിൽ മാനേജറാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഏത് റോളും ചെയ്യും രോഹിത്ത്. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ നേരത്തെ വില്ലൻ റോളായിരുന്നു, ഇപ്പോഴാ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എടാ രോഹിത്തെ നിന്നെക്കുറിച്ച് പറയുന്നത് കേട്ടില്ലേടാ, ഇതൊക്കെ പറയാ. പിന്നെ മക്കളെ വണ്ടിയിൽ പോകുമ്പോൾ സൂക്ഷിച്ചു പോണേ. അയ്യോ വണ്ടിയിൽ പോകുമ്പോൾ സൂക്ഷിച്ചു പോയി കേടാവാൻ എന്താ, ഞങ്ങളെന്താ പഴമാണോ, ദേ ഇവളെയാണ് ആദ്യം ശരിയാക്കേണ്ടത് എന്ന് പറയുമ്പോൾ, പൊയ്ക്കേ അച്ഛൻ പോകാൻ വേണ്ടി ഇന്നല്ലേ, പൊയ്ക്കണ്ടേച്ചാ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഉന്തി തള്ളി താഴേക്ക് ഇറക്കുക. കഴിഞ്ഞപ്പോഴേക്കും അതേ ഇവരെ നോക്കണം, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അലീന, എന്നാലും ഞാൻ പറയാണ് സൂക്ഷിക്കണേ. അച്ഛൻ ഇവരുടെ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടും ഭയപ്പെടേണ്ട, സന്തോഷമായിട്ട് പോയിട്ട് വാന്നേ. അച്ഛൻ്റെ യാത്രയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ, ചെല്ല് പോയിട്ട് വന്നും പറഞ്ഞുകൊണ്ട്, ശരി മക്കളെ എന്നാൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്ര വണ്ടി കയറി പോവുകയാണ്. അലീനയ്ക്ക് അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നുക, അതൊരു ഒറ്റപ്പെട്ടൊരു അവസ്ഥയായിട്ട് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നേരെ അകത്തേക്ക് കയറിപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോകണം കേട്ടോ, വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണമെന്നും പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗ്രേസം ആൻറ്റിയെയും മാമച്ചനെയാണ്. അപ്പോൾ ഗ്രേസം ആൻറ്റി അടുക്കളയിൽ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മാമച്ചൻ വന്നിട്ട്, ഗ്രേസമ്മേ ദേ ആരോ വിളിക്കുന്നുണ്ടല്ലോ ഗ്രേസമ്മേ, ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല, ഒന്ന് നോക്കിയേ ഗ്രേസമ്മേ. ദൈവം എൻ്റെ കണ്ണാടി എടുത്തില്ലല്ലോ, കണ്ണാടി വെക്കത്തോണ്ടേ എനിക്ക് പേര് വ്യക്തമാവുന്നില്ലല്ലോ, ശരി കോൾ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, ഹലോ ആൻറ്റി ഇത് ഞാനാ, അയ്യോ നമ്മുടെ അലീന മോളല്ലേ ഇത്, എന്താ മോളെ വിളിച്ചത്, അതെ ആൻറ്റി കണ്ണാട വെക്കാത്തത് കൊണ്ടേ ആൻറ്റിക്ക് പേരൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ലായിരുന്നു മോളെ, കണ്ണാട വെച്ചില്ലെങ്കിൽ അങ്ങനെയാ, ഏതായാലും മോളല്ലേ വിളിച്ചത്, ആൻറ്റി ഞാൻ ആൻറ്റിയോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണേ, ആൻറ്റിയുടെ വീട്ടിൽ എപ്പോഴെങ്ങും വല്ല ഗസ്റ്റുകളും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല മോളെ, എന്താ മോളെ അങ്ങനെ ചോദിച്ചത്, അതെ 2 ദിവസം ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനായിരുന്നു. അതിനിപ്പോൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ, ഫോർമാലിറ്റീസിൻ്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാമല്ലോ, നിൻ്റെ സ്വന്തം വീട് പോലെ തന്നെയല്ലേ ഇത്, അപ്പോൾ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറയുകയാണ്. അയ്യോ ആൻറ്റി ഞാൻ മാത്രമല്ല പിന്നെ ആരാ ഉള്ളത്, ബാലചന്ദ്രനാണോ, അയ്യോ അല്ല ആൻറ്റി ഇവിടുത്തെ 3 കുട്ടികളുമാണ് എൻ്റെ കൂടപ്പിറപ്പങ്ങളെ, അവരായിട്ട് അവിടെ വന്ന് നിൽക്കണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം, അതുകൊണ്ട് ആൻറ്റി ഞാൻ ചോദിച്ചത്, ആൻറ്റിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, ബുദ്ധിമുട്ടോ, നിങ്ങൾ വരുന്നതിൽ സന്തോഷം മാത്രമല്ലേ ഉള്ളൂ, ആൻറ്റി ഇന്ന് തന്നെ വരുവേ, പിന്നെ 2 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടാകും, അയ്യോ വളരെയേറെ സന്തോഷം, നിങ്ങൾ ഇന്ന് തന്നെ വന്നോ, ഒരു കുഴപ്പമില്ല ആൻറ്റി, എൻ്റെ കൂടപ്പിറപ്പങ്ങളായിട്ട് അവിടെ വന്ന് നിൽക്കണമെന്നും കുറേ സ്ഥലങ്ങളൊക്കെ കാണണമെന്നോ അതിയായ മോഹമുണ്ട് ആൻറ്റി, പിന്നീട് എനിക്ക് ഇവരെയും കൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിലും പറ്റില്ല, അധികം താമസിയാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും ആൻറ്റി എന്ന് പറയാണ്. എന്താ മോളെ എന്തു പറ്റി, നീ എന്തിനാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, എന്തിനും പ്രശ്നമുണ്ടോ, അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് വിശദമായിട്ട് പറയാം ആൻറ്റി. ശരി മോളെ, എങ്കിൽ പിന്നെ മോള് പുറപ്പെടുകയല്ലേ, അതെ ആൻറ്റി ഞങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ മാമച്ചനോട് പറയണം, അവരെ അലീന 2 ദിവസം ഇവിടെ നിൽക്കാനായിട്ട് വരുന്നുണ്ടെന്ന്, അലീന മാത്രമല്ല അവിടുത്തെ പിള്ളേരായിട്ടാണ് വരുന്നതെന്നാ അലീന പറഞ്ഞത്, ഏതായാലും സന്തോഷമായി, ആ സന്തോഷമല്ല കാര്യമല്ലേ, അവരെങ്ങനെയാണ് വരുന്നത്, ബസ്സിനാണോ ട്രെയിനാണോ കാറിനാണോ ഒന്നും ചോദിച്ചില്ല, അയ്യോ മാമച്ചായ അതൊന്നും ചോദിക്കാനായിട്ട് ഞാൻ വിട്ടുപോയല്ലോ, ഇവിടെ കൊണ്ട് തോറ്റല്ലോ, ഇനി എന്തൊക്കെയാ വേണ്ടത്, പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ ലിസ്റ്റ് തന്നേക്ക്, ഞാൻ ഉടനെ പോയി മേടിച്ചിട്ട് വന്നേളാം, രേവതിയെക്കുട്ടിയെ വിളിച്ച് പറയണമെന്നും പറയാം. അങ്ങനെ നമ്മുടെ മാമച്ചാൻ അവിടെ നിന്ന് പോവുക. ഈ ഗ്രേസമ്മാൻറ്റിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ബബിതയെ കാണിക്കുകയാണ്. ബബിതയാണെങ്കിൽ ഒരു 2 ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കുക. അങ്ങനെ കുറേ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾ വരികയാണ്. കൃഷ്ണമോൾ വന്നിട്ട്, ചേച്ചി എന്താ നീ റെഡി ആയില്ലേ, ഡ്രസ്സുകളൊന്നും പാക്ക് ചെയ്ത് വെച്ചില്ലേ, പാക്കിങ് കഴിഞ്ഞോന്ന് ചോദിച്ചാൽ കഴിഞ്ഞൊന്നുമില്ല, നമ്മൾ എത്ര ദിവസം അവിടെ നിൽക്കും ചേച്ചി, ഞാൻ 2 ദിവസമുള്ള ഡ്രസ്സ് എടുത്തത്, ഞാനതൊക്കെ അറിയാൻ വേണ്ടി ചേച്ചി വന്നത്, ചേച്ചി എടുത്ത് വെച്ചൊന്ന് കാണിച്ചേ, ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, പേസ്റ്റും ബ്രഷും പിന്നെ ചാർജറും പവർ സേവറും പിന്നെ
കുറച്ച് ക്രീമുകളും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ബാക്കിയെല്ലാം കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ദേ അലീന വരികയാണ്. ആഹാ, രണ്ടുപേരും ഇവിടെ നോക്കി നിൽക്കുകയാണ്. അലീന ചേച്ചി, നമ്മൾ എത്ര ദിവസം അവിടെ നിൽക്കേണ്ടി വരും? ഒരു 3 ദിവസത്തെ ഡ്രസ്സ് എടുത്തോളാനേ. പിന്നെ 2 ദിവസത്തെയാണ് പ്ലാൻ ചെയ്തത്. ഇനി അവിടുത്തെ പ്ലാനുകൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ പ്ലാനിലനുസരിച്ച് കൊച്ചിനെ കാണാനൊന്ന് പോകണം, അത്രയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്കുട്ടിയാ എല്ലാം തീരുമാനിക്കുന്നത്. അവളുടെ തീരുമാനം എങ്ങനെയാണോ അതേ രീതിയിൽ നമ്മളും മുന്നോട്ട് പോവുകയും ചെയ്യും, അത്രയേ ഉള്ളൂ. ഏതായാലും അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചെത്തണ്ടേ? അത് ശരിയാണല്ലോ ചേച്ചി, അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യണമെന്നും പറയുക. ശരി, എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെച്ചോ എന്ന് പറയാണ്. അപ്പോൾ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് റെഡിയാക്കി വെക്കാം അല്ലേ, എങ്കിൽ പിന്നെ ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ പോവുകയാണ്. ബബിതയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, അച്ഛനെങ്ങോട്ട് പോയെന്ന് വല്ലതും പറഞ്ഞോ അലീന ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛനെങ്ങോട്ട് പോയെന്നൊന്നും പറഞ്ഞില്ല. അല്ല, അലീന ചേച്ചി എന്നെ സേഫാക്കാൻ വേണ്ടി പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ സേഫാക്കാൻ വേണ്ടി പോവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കും, അങ്ങനെ ഒരു സൂചനയും തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചേച്ചി എന്ന് പറയുകയാണ്. ആവശ്യമില്ലായിരുന്നു, എന്ത് ചെയ്യാനാ, ഇവിടുന്ന് പോയല്ലേ മതിയാവുള്ളൂ, വൈജ മേഡം ഇവിടെ തിരിച്ചെത്തണ്ടേ എന്ന് പറയാം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴും നമ്മുടെ രോഹിത് പറയാണ്, അതെ ഞാൻ എങ്ങോട്ടും വരുന്നില്ല കേട്ടോ, ഞാൻ ആ വീട്ടിൽ തന്നെ ഇരുന്നോളാം. അയ്യടാ, അതൊന്നും ശരിയാവില്ല, നീയും കൂടെ വരണം. അങ്ങനെ വരാതിരിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ വന്നാൽ ശരിയാവില്ല അലീന ചേച്ചി, കാരണം എൻ്റെ ഫോട്ടോയും എന്നെക്കുറിച്ചുള്ള ന്യൂസ് എല്ലാം പത്രത്തിലും കാര്യങ്ങളൊക്കെ വന്നതല്ലേ, അപ്പോൾ അത് വലിയ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം രോഹിത്തെ? ഈ ഒരു ചിന്തയാണ് നീ മാറ്റേണ്ടത്. ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല, അത് നീ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളോടൊപ്പം വരണം എന്ന് പറയുമ്പോൾ, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ഡ്രൈവറായിട്ട് വരാം, ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ മതി. ശരി ആയിക്കോട്ടെ, ഡ്രൈവറെങ്കിൽ ഡ്രൈവർ. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനും ഈ ബാലേന്ദ്രൻ്റെ അളിയനും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വണ്ടിയിൽ. അപ്പോൾ അളിയനോട് ചോദിക്കുകയാണ്, എടാ ഗോവർദ്ധ, നീ പറഞ്ഞായിരുന്നു നിൻ്റെ ഭാര്യയോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്? പറഞ്ഞില്ല. അല്ല, എത്ര ദിവസത്തേക്കാണ് യാത്ര പോകുന്നതെന്ന് പറഞ്ഞു? അത് പറഞ്ഞു 2 ദിവസത്തേക്കെന്ന്. എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ, ബാലേട്ടനാണ് കൂടെയുള്ളതെന്ന് അറിഞ്ഞപ്പോഴേക്കും ഒന്നും നോക്കാനില്ല, എല്ലാം ഡബിൾ ഓക്കെയാ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടെ ചെന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. നമ്മളെ പലരെയും കാണും, പക്ഷേ അതാരാണ് എന്താണെന്നൊന്നും ആരോടും ഒന്നും തുറന്നു പറയാൻ നിൽക്കരുത് ബാലേട്ടാ. ആ കാര്യത്തെക്കുറിച്ചൊന്നും പേടിക്കണ്ട, എൻ്റെ നാവിൽ നിന്നും ഒരു സത്യവും പുറത്തേക്ക് പോവില്ല. അതിന് ബാലേട്ടൻ എന്നെ വിശ്വസിക്കാം. ബാലേട്ടാ, ഇതുകൊണ്ട് പ്രശ്നം തീരുമോ ബാലേട്ടാ? അലീന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീരുമോ? നിനക്ക് തോന്നുന്നുണ്ടോ അലീന പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമെന്ന്? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ വൈചേച്ചി വീട്ടിലേക്ക് തിരിച്ചു വരുമല്ലോ? ഇല്ല, അലീന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ കൂടെയുള്ളൂ. ഇനിയല്ലേ പ്രശ്നങ്ങൾ വരാനായിട്ട് പോകുന്നത്. എന്താ ബാലേട്ടാ, ബാലേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, എൻ്റെ വീടിൻ്റെ പത്തായപ്പുരയിലെ ഒരു കുടമുണ്ട്, ആ കുടത്തിൻ്റെ ഉള്ളിലെ ഒരു ഭൂതമുണ്ട്. ആ ഭൂതത്തെ അടച്ചു വെച്ചത് അലീന എന്ന് പറഞ്ഞൊരു മൂടി വെച്ചാ. ആ മൂടി പോയി കഴിയുന്നിടത്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അത് പിന്നെ ഭൂതം പുറത്തേക്ക് ഇറങ്ങും. ഭൂതം പുറത്തേക്ക് ഇറങ്ങും. ആ ഭൂതമാണ് പ്രശ്നക്കാരൻ. അലീന പോയി കഴിയുമ്പോഴേക്കും ആ ഭൂതം പുറത്തേക്ക് ഇറങ്ങുമല്ലോ. ആ ഭൂതം പിന്നെ പണി തുടങ്ങാനായിട്ട് പോവാണ്. എന്താ ബാലേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അതെ, ആ ഭൂതമാണ് യഥാർത്ഥ പ്രശ്നക്കാരൻ. ഈ പ്രശ്നങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചത് ഈ ഭൂതമാണ്. അത് വൈജ വന്നാലും ആ ഭൂതം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ബാലേന്ദ്രൻ്റെ ആ ഒരു വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധനാകെ പേടിച്ച് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.